നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ NCDC. നാളെ UDF ഹർത്താൽ. ജിഷ്ണു പ്രണയുടെ അമ്മയ്ക്ക് നേരെ തലസ്ഥാനത്തുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് നാളെ UDF ഹർത്താൽ. ഉപതിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കി. തലസ്ഥാനത്ത് UDF-നൊപ്പം ഹർത്താലിന് BJP-യുടെയും ആഹ്വാനം. അതിനിടെ പോലീസ് നടപടിയിൽ വിശദീകരണവുമായി DGP ലോക്നാഥ് ബെഹ്റ. നടന്നത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ. DGP ഓഫീസിന് മുന്നിൽ പ്രകടനം അനുവദിക്കില്ലെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. വിഷയത്തിൽ വൈകിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ IG-ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജിഷ്ണുവിന്റെ ബന്ധുക്കളെ വിട്ടയച്ചെന്നും ബന്ധുക്കളല്ലാത്ത 6 പേർ കസ്റ്റഡിയിൽ തുടരുമെന്നും ബെഹ്റ. പോലീസ് ക്രൂരതയിൽ നിരാഹാരത്തിനൊടുങ്ങി ജിഷ്ണുവിന്റെ സഹോദരി അവിഷ്ണ. നാളെ മുതൽ നീതി കിട്ടുന്നതുവരെ സമരമിരിക്കുമെന്നും പ്രതികരണം. അതേസമയം ജിഷ്ണുവിന്റെ കുടുംബത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. സമരക്കാർക്കു നേരെ ലാത്തിചാർജ്. അമ്മയോട് അതിക്രമം. ജിഷ്ണു പ്രണയുടെ അമ്മ മഹിജയ്ക്ക് തലസ്ഥാനത്ത് പോലീസ് മർദ്ദനം. റോഡിലൂടെ മഹിജയെ വലിച്ചിഴച്ച പോലീസ് പിന്നീട് അമ്മയെയും കുടുംബാംഗങ്ങളെയും അറസ്റ്റ് ചെയ്തു നീക്കി. DGP ഓഫീസിന് മുന്നിൽ സമരത്തിനെത്തിയ ജിഷ്ണുവിന്റെ കുടുംബാംഗങ്ങൾക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ വ്യാപക പ്രതിഷേധം. പോലീസ് ആസ്ഥാനത്ത് സമരത്തിനെത്തിയ മഹിജയെയും കുടുംബത്തെയും പോലീസ് തടയുകയായിരുന്നു. പിന്നീട് ബലം പ്രയോഗിച്ച് നീക്കിയ ഇവരെ മാറ്റിയത് AR ക്യാമ്പിലേക്ക്. കയ്യേറ്റത്തിനിടെ റോഡിൽ വീണ് പരിക്കേറ്റ മഹിജ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ. വിമർശിച്ചും ശകാരിച്ചും. ജിഷ്ണുവിന്റെ അമ്മ മഹിജയ്ക്ക് നേരെയുള്ള അതിക്രമം ഞെട്ടിക്കുന്ന സംഭവമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സംഭവത്തിൽ പോലീസിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സർക്കാർ ഇടപെടേണ്ടതായിരുന്നു. ഇക്കാര്യത്തിൽ DGP-ക്കും മുഖ്യമന്ത്രിക്കും കത്ത് നൽകുമെന്നും ചെന്നിത്തല. പോലീസ് നടപടിയെ നിശിതമായി വിമർശിച്ച് DGP-ക്ക് VS-ന്റെ ശകാരം. ജിഷ്ണുവിന്റെ അമ്മയെയും ബന്ധുക്കളെയും പോലീസ് മർദ്ദിച്ചത് ലജ്ജാകരം. മലപ്പുറം ഉപതിരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാരിനെ നാറ്റിക്കാനാണോ ശ്രമമെന്നും DGP-യോട് VS. പ്രതിഷേധാർഹമായ സംഭവമെന്ന് കാനം രാജേന്ദ്രൻ. പോലീസ് കേൾക്കാതിരുന്നത് ഒരു അമ്മയുടെ വിലാപമെന്ന് VM സുധീരൻ. സംസ്ഥാനത്ത് പോലീസ് രാജെന്ന് MM ഹസനും പോലീസ് നടപടി വേദനാജനകമെന്ന് ഉമ്മൻചാണ്ടിയും. പോലീസ് നടപടിയിൽ അന്വേഷണശേഷം പ്രതികരിക്കാമെന്ന് കോടിയേരി. പൊളിക്കില്ല, ഏറ്റെടുക്കും. മൂന്നാർ കയ്യേറ്റത്തിൽ നയം വ്യക്തമാക്കിയ റവന്യൂ മന്ത്രി. അനധികൃത കെട്ടിടങ്ങൾ പൊളിക്കലല്ല സർക്കാർ നയം. കയ്യേറ്റ ഭൂമിയിൽ പണിത റിസോർട്ടുകൾ ഏറ്റെടുത്ത് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. കയ്യേറ്റ ഭൂമി സർക്കാർ മുതലാക്കി മാറ്റുകയാണ് നയമെന്നും മന്ത്രി E ചന്ദ്രശേഖരൻ. കയ്യേറ്റങ്ങൾ സംബന്ധിച്ച് റവന്യൂ സെക്രട്ടറിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം കർശന നടപടി. ഭൂവിനിയോഗത്തിൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരും. അതേസമയം S രാജേന്ദ്രൻ MLA-യുടെ ഭൂമി സംബന്ധിച്ച അന്വേഷണം നടക്കുകയാണെന്നും അദ്ദേഹത്തിന്റെ പക്കലുള്ള പട്ടയത്തിന്റെ സാധുത പരിശോധിക്കുന്നതായും മന്ത്രി. ഇന്നത്തെ സ്വർണ്ണവെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2745 രൂപ, പവൻ 21,960 രൂപ, വെള്ളി ഗ്രാമിന് 46 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ NCDC. പ്രധാന വാർത്തകൾ തുടരും ഇനി 5:30. നമസ്കാരം.